ഹായ്, ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് കുറച്ച് ചപ്പാത്തി കൊണ്ട് കുറച്ച് ചപ്പാത്തി നൂഡിൽസ് എന്നോ കൊത്ത് ചപ്പാത്തി എന്നൊക്കെ പറയാം, അതുണ്ടാക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് നമ്മളത് ഇതുപോലെ അരിഞ്ഞെടുക്കണം. ഇതിനാവശ്യമായ സാധനങ്ങൾ സോസ് വേണം, സവാള, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില, ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം എടുക്കാം, എൻ്റെ അടുത്തില്ല. പിന്നെ തക്കാളി. നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നിങ്ങൾ ഏത് ഓയിലാണ് ഉപയോഗിക്കുന്നത് അത് ഒഴിക്കുക. ചൂടാകുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ച ഐറ്റംസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാം സവാള, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇടാം. മല്ലിയില അവസാനം ഇട്ടാലും മതി കേട്ടോ. ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മളിതിലേക്ക് ഒരു സ്പെഷ്യൽ മസാല ചേർക്കുന്നുണ്ട്, മാഗിയുടെ. ഇത് വേറെ എന്തോ വാങ്ങിച്ചപ്പോൾ ഫ്രീ കിട്ടിയതാണ്. അപ്പോൾ ഈ മസാല വേറെ ഏതോ ഒരു ഐറ്റംസിൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിൽ ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കത്തി കേട്ടോ. നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഇതിലേക്ക് നമ്മൾ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഒരൽപ്പം കുരുമുളക് പൊടിയും ഒരൽപ്പം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്കിതെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചപ്പാത്തി ഇടാം, മാഗി മസാല ഇടാം, സോസ് ഒഴിക്കാം. മുട്ട ഒരുവിധം ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി വേവിക്കാം. നമ്മളിതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സോസ് ഒഴിക്കാം. സോസ് ഞാൻ വളരെ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ അത് വേണ്ടെന്ന് വയ്ക്കാം. നമ്മൾ ചപ്പാത്തി ഇതിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ എനിക്ക് ക്യാമറ പിടിക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ആയതുകൊണ്ടാണ് ഇത് മിക്സ് ചെയ്ത് എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് മിക്സ് ചെയ്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാഗിയുടെ മസാല ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മുട്ടയ്ക്ക് പകരം ഇതിൽ ചിക്കൻ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. പിന്നെ ഇത് ഒരു പാത്രത്തിലേക്ക് പകർത്തിയിട്ട് നമുക്കിതിൽ മുകളിലൊരു മുട്ട പുഴുങ്ങിയത് സ്ലൈസ് ചെയ്ത് വയ്ക്കാം. പുഴുങ്ങിയ മുട്ട തന്നെ ചതച്ചു ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ കഴിച്ചു നോക്കി, നല്ല സാരില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നും ചപ്പാത്തി കഴിക്കണമെങ്കിലും ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി. ഓക്കെ, വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. നന്ദി.